നമസ്കാരം. ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം. പ്രകൃതിക്ഷോഭത്തിൽ നിലം പൊത്താറായ വീട്ടിൽ ഭിന്നശേഷിക്കാരനും വൃദ്ധമാതാവും. ഭീതിയൊഴിയാത്ത ഇവർക്ക് സഹായഹസ്തവുമായി കിടങ്ങന്നൂർ യുവജന സാംസ്കാരിക വേദി കെട്ടിട നിർമ്മാണത്തിന് സ്വാഗത സംഘം രൂപീകരിച്ചു. ജൂലൈ 22-നുണ്ടായ ചുഴലിക്കാറ്റിലാണ് ഭിന്നശേഷിക്കാരനായ കോട്ട വലിയ വീട്ടിൽ സുനിൽകുമാറിന്റെ വീടിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചത്. ഭാഗികമായി തകർന്ന വീട്ടിൽ ജീവൻ പണയം വെച്ചു മാത്രമേ താമസിക്കാൻ കഴിയൂ. മറ്റൊരു മാർഗവുമില്ലാത്തതിനാൽ സുനിൽകുമാർ വൃദ്ധയായ മാതാവ് മീനാക്ഷി അമ്മയ്ക്കൊപ്പം ഏതു നിമിഷവും തകരാവുന്ന വീട്ടിൽ തന്നെയാണ് കഴിയുന്നത്. അദാലത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ മുന്നിലെത്തിയെങ്കിലും നിയമപ്രശ്നങ്ങൾ മൂലം നിരാശനായി മടങ്ങേണ്ടി വന്നു. ഈ വിവരം പത്രങ്ങളിൽ കണ്ടാണ് കിടങ്ങന്നൂർ യുവജനവേദി നല്ല അയൽക്കാരാകാൻ തീരുമാനിച്ചത്. വീട് നിർമ്മിച്ചു നൽകുമെന്ന പ്രഖ്യാപനം ക്ലബ്ബ് നടത്തിയത് കഴിഞ്ഞ ഓണാഘോഷങ്ങൾക്കിടയിലാണ്. കെട്ടിട നിർമ്മാണത്തിന്റെ തുടക്കമെന്ന നിലയിലാണ് സ്വാഗത സംഘം രൂപീകരിച്ചത്. യോഗം ആറന്മുള ഗ്രാമപഞ്ചായത്ത് അംഗം വിൽസി ബാബു ഉദ്ഘാടനം ചെയ്തു. ക്ലബ് കൺവീനർ MN ലാൽകുമാർ അധ്യക്ഷനായി. കരുണാലയം അമ്മവീട് ചെയർമാൻ അബ്ദുൾ അസീസ്, ഗ്രാമപഞ്ചായത്ത് അംഗം ബിജു വർണ്ണശാല, CPIM കിടങ്ങന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജി മുഹമ്മദ്, മർത്തോമ സഭ കൗൺസിൽ അംഗം ജോൺസൺ കൂടപ്പുര, പമ്പ നദീതട പഠന ഗവേഷണ സമിതി ചെയർമാൻ ബാബു തോമസ്, CPIM കിടങ്ങന്നൂർ ലോക്കൽ കമ്മിറ്റി അംഗം G ഹരിദാസ്, CPI കിടങ്ങന്നൂർ ലോക്കൽ കമ്മിറ്റി അംഗം KN സൈനുദ്ദീൻ, സജി ചക്കിഴേത്ത്, ക്ലബ് സെക്രട്ടറി രതീഷ് കുമാർ, സനു മുണ്ടകത്തിൽ എന്നിവർ സംസാരിച്ചു. സതീഷ് ചക്കിഴേത്ത്, അബ്ദുൾ അസീസ്, ഉഷ രാജേന്ദ്രൻ എന്നിവരെ രക്ഷാധികാരികളായും സജി ചക്കിഴേത്ത് ചെയർമാനും MN ലാൽകുമാർ ജനറൽ കൺവീനറുമായുള്ള സ്വാഗത സംഘത്തെയാണ് യോഗം തിരഞ്ഞെടുത്തത്. ന്യൂസ് ബ്യൂറോ, കിടങ്ങന്നൂർ.